നമസ്കാരം. പ്രധാന വാർത്തകൾ. മത്സ്യാവശിഷ്ടങ്ങൾ തോട്ടിൽ തള്ളിയവരെ നാട്ടുകാർ കൈയോടെ പിടികൂടി. മത്സ്യ സ്റ്റാളിന് മുന്നിൽ സംഘർഷം. ഏഷ്യൻ അത്ലറ്റ് മീറ്റിലെ സ്വർണ്ണ മെഡൽ ജേതാവ് ആര്യ TS തൊടുപുഴയിൽ സ്നേഹോഷ്മളമായ വരവേൽപ്പ്. ക്രഷർ യൂണിറ്റിലേക്കുള്ള ഭാരവണ്ടികൾ ഓടി കുണ്ടും കുഴിയുമായ പാറക്കടവ് പെരിയാമ്പ്ര റോഡ് DFI പ്രവർത്തകർ ശ്രമദാനത്തിലൂടെ നന്നാക്കി. വാർത്തകൾ വിശദമായി. മുതലിയാർ മഠം തോട്ടിൽ പതിവായി മത്സ്യാവശിഷ്ടങ്ങൾ തള്ളിയിരുന്ന മത്സ്യ സ്റ്റാളുകാരെ നാട്ടുകാർ കൈയോടെ പിടികൂടി. സ്റ്റാളിലെത്തിയ നാട്ടുകാരും മത്സ്യവ്യാപാരികളും തമ്മിൽ വാക്കേറ്റവുമായി കയ്യാങ്കളിയുമുണ്ടായി. സ്റ്റാൾ ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുതലിയാർമഠം തോടിൽ നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന കുളിക്കടവിന് സമീപം വൻതോതിൽ മത്സ്യാവശിഷ്ടങ്ങൾ കൊണ്ടിടാൻ തുടങ്ങിയതോടെയാണ് നാട്ടുകാർ രാത്രികാല നിരീക്ഷണം ആരംഭിച്ചത്. വിമലാലയം റോഡിൽ വിമല സ്കൂളിന് എതിർവശം മീൻ വിൽക്കുന്ന സ്റ്റാളിലെ ജീവനക്കാരെ കഴിഞ്ഞ രാത്രി മാലിന്യം നിക്ഷേപിക്കുമ്പോൾ നാട്ടുകാർ പിടികൂടി. പിടിക്കപ്പെട്ടതോടെ ഇവർ ക്ഷമ പറഞ്ഞ് തടിയൂരുകയും ചെയ്തു. ഇതിനു മുൻപും ഇവരെ നാട്ടുകാർ സമാനമായ രീതിയിൽ പിടികൂടിയിട്ടുണ്ട്. അന്ന് ക്ഷമ പറഞ്ഞ് തടി രക്ഷിച്ചിട്ടുള്ള ഇവർ വീണ്ടും മാലിന്യവുമായി എത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് നാട്ടുകാർ സ്റ്റാൾ ഉടമയെ പ്രതിഷേധം അറിയിക്കുവാൻ രാവിലെ എത്തിയത്. ഈ സമയത്താണ് സംഘർഷമുണ്ടായത്. രോഷാകുലരായ നാട്ടുകാർ കുറേ മീൻ റോഡിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. പോലീസ് എത്തി സ്റ്റാൾ ഉടമയെ കസ്റ്റഡിയിലെടുത്തു. പുഴയിൽ മാലിന്യം നിക്ഷേപിച്ചതിന് നേരത്തെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളവരാണ് ഇവരെന്ന് മുനിസിപ്പൽ കൗൺസിലർമാരായ CS സജിമോൻ, TS രാജൻ എന്നിവർ പറഞ്ഞു. ഇവർക്ക് മുനിസിപ്പൽ ലൈസൻസ് ഇല്ലെന്നും കൗൺസിലർമാർ പറഞ്ഞു. അനധികൃതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മീൻകടയിലുള്ള വേസ്റ്റ് നമ്മുടെ അമ്പലത്തിൻ്റെ ഈ ഭാഗത്ത് കൊണ്ട് നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇത് പണ്ട് പല പ്രാവശ്യം ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് ഞങ്ങൾ അവരോട് സംസാരിച്ച് ഇനി മേലിൽ ആവർത്തിക്കരുത് എന്നുള്ള താക്കീതും കൊടുക്കുകയും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ എന്നാൽ ആ നിയമപരമായ ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് അനുസരിക്കാൻ കഴിയുകയില്ല. അനധികൃതമായിട്ട് എല്ലാ പരിപാടികളും ഞങ്ങൾ നിർലോഭം തുടരും എന്നുള്ള ഒരു ദാർഷ്ട്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ പുഴയിൽ ഈ വെള്ളത്തിലാണ് ഇവിടുത്തെ സമീപവാസികൾ കുളിക്കുന്നത്. അതിലേക്കാണ് ഈ മാലിന്യങ്ങൾ ഒഴിച്ചിരുന്നത്. ഇവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഇന്ന് ഇവിടെ പിടിക്കപ്പെട്ട വിമലാലയം സ്കൂളിന് സമീപമുള്ള മീൻ മാർക്കറ്റിലെ വേസ്റ്റ് മുതലിയാർമഠം ക്ഷേത്രത്തിന് സമീപമുള്ള തോട്ടിലേക്കാണ് ഇന്നലെ രാത്രിയിൽ തള്ളിയത്. ഇതേ ഷോപ്പിൽ നിന്ന് കഴിഞ്ഞ 2-3 മാസം മുമ്പ് മൂപ്പിൽക്കടവ് പാലത്തിലേക്ക് വേസ്റ്റ് ഇടുന്ന കണ്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അവരെ പിടിക്കുകയും അതിന് മുനിസിപ്പാലിറ്റിയിലും പോലീസ് സ്റ്റേഷനിലും കംപ്ലൈന്റ് കൊടുക്കുകയും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 5000 രൂപ പിഴ ഈടാക്കുകയും ചെയ്യുകയുണ്ടായി. 25,000 രൂപ വരെ പിഴ ഈടാക്കാവുന്ന ഈ കുറ്റം 5000 രൂപയാക്കി കുറച്ച് അന്ന് ഈ മീൻ മാർക്കറ്റ് നടത്തുന്ന ആൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയുണ്ടായി. തൊടുപുഴയ്ക്കും ഇവിടുത്തെ ജനങ്ങൾക്കും ശുദ്ധജലം നൽകുന്ന നമ്മുടെ മോട്ടർ ഈ തോടിന് താഴെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ തോട് ചെന്ന് ചേരുന്നത് നഗരസഭയിലെ മുഴുവൻ ആൾക്കാർക്കും കുടിവെള്ളം സംഭരിക്കുന്ന ഈ പമ്പ് ഹൗസിന്റെ മുകളിലായിട്ടാണ് ഈ തോട് ചെന്ന് ചേരുന്നത്. ഈ വേസ്റ്റുകൾ മുഴുവൻ നമ്മുടെ പമ്പിൽ നിന്ന് വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിലെത്തുകയും അതാണ് ഈ മുനിസിപ്പാലിറ്റിയിലെ വിവിധ ആൾക്കാർ കുടിക്കുന്നത് ശുദ്ധജലം എന്ന നിലയിൽ. അതുകൊണ്ട് കുറ്റക്കാർക്കെതിരെ മാക്സിമം ശിക്ഷ കൊടുക്കണം. 25,000 രൂപ വരെ ഈ വേസ്റ്റ് തള്ളുന്നവർക്ക് ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ പ്രശ്നങ്ങൾ കഴിഞ്ഞ രാത്രി തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചതാണെന്നും നാട്ടുകാർക്കൊപ്പം എത്തിയ ചിലരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും സ്റ്റാൾ ഉടമകൾ പറയുന്നു. കട ആക്രമിക്കുകയും കടയിലെ സ്റ്റാഫുകളെ ഉപദ്രവിക്കുകയും അതുപോലെ തട്ടിൽ കിടന്ന മീനെടുത്ത് നടുറോഡിലേക്ക് വലിച്ചെറിയും. അത് തിരിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ വീണ്ടും ആക്രമിക്കുകയും മുഴുവൻ മീനും വണ്ടി കയറി ചതഞ്ഞരിഞ്ഞ ഒരു രൂപമാണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കാണാം. ചതഞ്ഞരിഞ്ഞ് പോയി. ചുരുങ്ങിയത് 25,000 രൂപയുടെയെങ്കിലും മീൻ ഇവർ നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ മാനേജർ ആയിട്ടിരുന്ന പയ്യനെ ആക്രമിച്ച് അവൻ്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സ്ത്രീകൾക്ക് നേരെ ഇവർ കല്ല് വെച്ചെറിയുകയും അസഭ്യം പറയുകയും ചെയ്തു. ഈ കടയെ അപകീർത്തിപ്പെടുത്തുവാൻ ചെയ്ത ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഈ വേസ്റ്റിട്ട വിഷയം ഞങ്ങൾ പറയുകയും അതുമായിട്ട് ബന്ധപ്പെട്ടവരെ പോയി നേരിൽ രാത്രി തന്നെ പോയി കാണുകയും ആ വേസ്റ്റ് തിരിച്ച് ഞങ്ങളുടെ സ്റ്റാഫിനെ തന്നെ പറഞ്ഞു വിട്ട് പണിക്കാരെ പറഞ്ഞു വിട്ട് വാരിച്ച് അവരോട് ക്ഷമ പറയുകയും ഇനി ആവർത്തിക്കില്ല എന്ന് പറയും. അവരത് സമ്മതിച്ച് പോകുന്നതാണ്. അപ്പോൾ ബന്ധപ്പെട്ടവരെല്ലാം വളരെ മാന്യമായി ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളും പറഞ്ഞു
ഇനിമേൽ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങളത് നല്ല രീതിയിൽ പിരിഞ്ഞു പോകുന്നതാണ്. ഈ കടയിലെ തിരക്കും ഈ കടയിലെ കച്ചവടമൊക്കെ കണ്ട് വെറി പൂണ്ട ചില ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഞങ്ങൾ ബലമായി വിശ്വസിക്കുന്നു. ഏഷ്യൻ അത്ലറ്റ് മീറ്റിലെ സ്വർണ്ണ മെഡൽ ജേതാവ് ആര്യ TS-ന് തൊടുപുഴയിൽ സ്നേഹോഷ്മളമായ വരവേൽപ്പ്. വണ്ണപ്പുറം SNM ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയായ ആര്യ 100 മീറ്റർ ഹൺഡ്രഡ്സിലാണ് ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയത്. ഏഷ്യൻ ഗെയിംസിനു ശേഷം മടങ്ങിയെത്തിയ ആര്യയെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് വെൽഫെയർ അസോസിയേഷനും സ്പോർട്സ് ആയുർവേദിക് റിസർച്ച് സെല്ലും ചേർന്ന് സ്വീകരിച്ച് ആനയിക്കുകയായിരുന്നു. അച്ചൻകവലയിൽ നിന്ന് തുറന്ന ജീപ്പിൽ കായികാധ്യാപകൻ രാജാസ് തോമസിനൊപ്പം എത്തിയ ആര്യയ്ക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഫുജി ഗംഗ, തൊടുപുഴ നഗരസഭ, മർച്ചന്റ്സ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ അതത് സ്ഥാപനങ്ങളിൽ സ്വീകരണം നൽകി. നിരവധി രാജ്യാന്തര താരങ്ങളെ രാജ്യത്തിന് സമ്മാനിച്ച ദ്രോണാചാര്യ അവാർഡ് ജേതാവ് തോമസ് മാഷിന്റെയും മകൻ രാജാസ് തോമസിന്റെയും തൂവൽ സ്പർശം ഇടുക്കിയുടെ കായിക കരുത്ത് ആര്യ TS ഇതാ ഈ വാഹനത്തിന് പിന്നിൽ നിങ്ങളുടെ കൺമുന്നിലൂടെ കടന്നു വരികയാണ്. ഇടുക്കിയുടെ പ്രവേശന കവാടമായ അച്ചൻകവലയിൽ എത്തിച്ചേർന്ന ആര്യ TS ഇതാ സ്വീകരിച്ച് വണ്ണപ്പുറം SNM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ആനയിക്കുകയാണ്. ഇടുക്കിയുടെ കായിക കരുത്ത് തെളിയിച്ച് ഇന്ത്യയുടെ അഭിമാനമായി മാറി ഏഷ്യാ ഭൂഖണ്ഡത്തിന്റെ നെറുകയിൽ ചുംബിച്ച കായിക താരം ആര്യ TS ഇതാ ഈ വാഹനത്തിൽ വണ്ണപ്പുറം SNM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പരിമിതമായ സൗകര്യത്തിൽ ശരീരത്തെയും മനസ്സിനെയും ലക്ഷ്യബോധത്തിൽ കേന്ദ്രീകരിക്കുന്ന ജനതയുടെ അഭിമതി ഇതാ ഈ വാഹനത്തിന് പിന്നിൽ നിങ്ങളുടെ കണ്ണുനിലൂടെ കടന്നുവരികയാണ്. ക്രഷർ യൂണിറ്റിലേക്ക് ഭാരമുള്ള വണ്ടികൾ ഓടി കുണ്ടും കുഴിയുമായ പാറക്കടവ് പെരിയാമ്പ്ര റോഡ് DYFI പ്രവർത്തകർ ശ്രമദാനത്തിലൂടെ കുഴിയടച്ചു. റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് കുഴിയടക്കൽ നടത്തിയത്. ക്രഷർ യൂണിറ്റിന്റെ ഭാരവണ്ടികൾ പതിവായി സഞ്ചരിക്കാൻ തുടങ്ങിയതോടെയാണ് പാറക്കടവ് പെരിയാമ്പ്ര റോഡ് കുണ്ടും കുഴിയുമായത്. റോഡ് തകർന്നതോടെ ഇതുവഴിയുണ്ടായിരുന്ന ബസ് ഗതാഗതവും നിലച്ചു. ക്രഷർ യൂണിറ്റിലെ ടോറസ് ലോറികൾക്ക് മാത്രം പ്രയോജനപ്പെടുന്നതായി റോഡ് മാറുകയായിരുന്നു. ഇതോടെ സെന്റ് തോമസ് LP സ്കൂൾ, അംഗനവാടി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ കുട്ടികളിലും നാട്ടുകാരും ഒരേപോലെ ദുരിതത്തിലായി. കുഴിയടച്ച് പ്രശ്നം പരിഹരിക്കാൻ ക്രഷർ യൂണിറ്റ് തയ്യാറായെങ്കിലും ചിലർ ചേർന്ന് രൂപം കൊടുത്ത ആക്ഷൻ കൗൺസിൽ തടഞ്ഞതായും പറയപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് DYFI പൂതക്കാവ്, കോലടി യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കുഴിയടക്കൽ നടത്തിയത്. DYFI മേഖലാ സെക്രട്ടറി M. മധു ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൗൺസിലുകാരുടെ നിക്ഷിപ്ത താൽപര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ക്രഷർ യൂണിറ്റ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ റോഡുകൾ തകർന്നു പോകുന്ന കാഴ്ച കണ്ടിട്ടും ഇവിടുത്തെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളോ ബന്ധപ്പെട്ട PWD അധികാരികളോ ഇത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനും ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനും വേണ്ട യാതൊരു നിലപാടും സ്വീകരിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ പൂതക്കുഴിയിലേക്ക് നമ്മുടെ കൃഷിയിൽ നിന്നും ഒഴുകുന്ന മലിനജലം. ആ മലിനജലം ഇവിടുത്തെ കുടിവെള്ള സ്രോതസ്സിൽ കലരുകയും ജനങ്ങൾക്ക് അത് കുടിവെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. ഇവിടെ നമ്മുടെ വായു മലിനീകരണം അടക്കമുള്ള കാര്യങ്ങൾ കൃഷികളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നു. നമ്മൾ ഉന്നയിക്കുന്ന ഡിമാൻഡ് ഇതാണ്. ഇവിടെ കൃഷികൾ പ്രവർത്തിക്കുക, അവർ ലൈസൻസ് ഒക്കെ മേടിച്ചിട്ടായിരിക്കും കൃഷികൾ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തിക്കുന്നതോടൊപ്പം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കി ഇവിടെ കൃഷികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ പ്രവർത്തനം സുഗമമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള നിലപാടല്ല, ഇവിടെ റോഡിന്റെ കുഴി അടച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കാനുള്ള നിലപാടല്ല സ്വീകരിക്കുന്നത്. ഇവിടുത്തെ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കുക എന്ന നിലപാട് താൽക്കാലികമായി സ്വീകരിച്ചു. നമുക്കറിയാം, അവിടെ അംഗൻവാടിയുണ്ട്, മറ്റ് സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. ഈ കൃഷിക്കാരുടെ വണ്ടി മാത്രം പോകാൻ ഇപ്പോൾ ഒരു തടസ്സമില്ല. ഇത്രയും വലിയ വണ്ടികൾ ഇവിടെ കടന്നു പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ സാധാരണക്കാരന്റെ 2 വീലർ പോലും കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ റോഡ് ഇവിടെ നശിച്ചു കിടക്കുന്നു. അധികൃതർ ശ്രദ്ധിക്കുന്നില്ല. അധികൃതരുടെ ശ്രദ്ധ ഇവിടെ ക്ഷണിക്കുന്നതിന് വേണ്ടി മാത്രം താൽക്കാലികമായി നമ്മൾ ഇത്ര ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ വലിയ കുഴികൾ അടച്ചുകൊണ്ടുള്ള ഒരു പരിപാടി DYFI സംഘടിപ്പിക്കുന്നു.
അവരെ ഒത്തിരി അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. LICയുടെ പരമ്പരാഗത ജനപ്രിയ പോളിസികൾ പിൻവലിക്കാനുള്ള നീക്കത്തിനെതിരെ ഏജന്റുമാർ സമരത്തിലേക്ക്. പോളിസികൾ പിൻവലിക്കാനുള്ള തീരുമാനവും സർവീസ് ടാക്സ് ഏർപ്പെടുത്താനുള്ള നിർദ്ദേശത്തിനുമെതിരെയാണ് ഏജന്റുമാർ സമരരംഗത്ത് എത്തുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച LIC ഓഫീസുകൾക്ക് മുൻപിൽ സെപ്റ്റംബർ 27-ന് സൂചനാ സമരം നടത്തുമെന്ന് ഏജന്റ്സ് ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് KC ജെയിംസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മറ്റു ഭാരവാഹികളായ ജോർജ് മാമൻ, PN രാജീവൻ, ME മോഹനൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റ് മേഖലകളിലുള്ള തൊഴിൽ മേഖലകളിലുള്ള ആളുകൾക്കെല്ലാം ക്ഷേമനിധിയും പെൻഷനും എല്ലാം കൊടുത്തു. എന്നാൽ ഇന്ന് ഈ 56 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഏജന്റുമാർക്ക് ഒരു ക്ഷേമനിധിയോ പെൻഷനോ കൊടുക്കുവാനും LIC മാനേജ്മെൻറ്റോ കേന്ദ്ര സർക്കാരോ മുൻകൈ എടുക്കുന്നില്ല. അതുപോലെ തന്നെ 2009 മുതൽ LICയുടെ ഏജന്റുമാർക്കുള്ള കോട്ട, മിനിമം ബിസിനസ് കോട്ട വർദ്ധിപ്പിക്കുകയും ചെയ്തു. ആ വർദ്ധിപ്പിച്ചതും കുറയ്ക്കാമെന്ന് അന്നത്തെ LIC ചെയർമാൻ ഞങ്ങളുടെ തത്വത്തിൽ ചർച്ചയിൽ അംഗീകരിച്ചുവെങ്കിലും ഇന്നേ വരെ ₹1 കുറവ് പോലും ആ കോട്ടയ്ക്കകത്ത് വരുത്തുവാനും സാധിച്ചിട്ടില്ല. എന്നാൽ ആ രീതിയിൽ മുന്നോട്ട് പോകുകയും നിരവധി ഏജന്റുമാർ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഏജന്റുമാർ ഇന്ന് LICയുടെ ഏജൻസി എന്ന തൊഴിൽ മേഖലയിൽ നിന്നും പുറത്തു പോവുകയും ചെയ്തിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 30-ാം തീയതി ഈ രീതിയിലുള്ള LICയുടെ പരമ്പരാഗത ജനപ്രിയ പോളിസികൾ പിൻവലിക്കുന്ന വർഷം ഒക്ടോബർ മാസം മുതൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ ഓൾ ഇന്ത്യ LIC ഏജൻറ്റ്സ് ഫെഡറേഷൻ സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് മുന്നോടിയായി നാളെ 27-ാം തീയതി എല്ലാ LIC ബ്രാഞ്ച് ഓഫീസുകൾക്ക് മുമ്പിലും ഒരു സമര പരിപാടിയും ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ആ രീതിയിൽ ഉള്ള തീരുമാനം LIC മാനേജ്മെൻറ്റും IRDയും കേന്ദ്ര ഗവൺമെൻറ്റും പിൻവലിക്കുന്നില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തും. ബിസിനസ് ബന്ധു ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി LIC ഏജന്റുമാർ സമരരംഗത്തേക്ക് ഇറങ്ങും എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. മോട്ടോർ വാഹന വകുപ്പിലെ പേയ്മെന്റ് സംവിധാനം കുറ്റമറ്റതാക്കാൻ കൃത്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതായി തൊടുപുഴ RTO ഓഫീസിലെ SSG കോർഡിനേറ്റർ രാജീവൻ CTV ന്യൂസിനോട് പറഞ്ഞു. 19 സേവനങ്ങൾക്കാണ് പേയ്മെന്റ് ബാധകമാക്കിയിട്ടുള്ളത്. സേവനങ്ങളും അടയ്ക്കേണ്ട തുകയും സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇന്റർനെറ്റിൽ ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പേയ്മെന്റ് സംവിധാനം ലഭ്യമാവുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ വെബ്സൈറ്റായ www.kerala.mvd.government.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പേയ്മെന്റ് സംവിധാനം സംബന്ധിച്ച എല്ലാ തരത്തിലുള്ള ഗൈഡ് ലൈൻസും ലഭ്യമാണ്. ഒന്ന്, ഇനി നമ്മുടെ സൈറ്റിനകത്ത് കയറുമ്പോൾ അവിടെ പേയ്മെന്റ് വഴി നിലവിൽ 19 സർവീസുകളാണ് പേയ്മെന്റ് വഴി പേയ്മെന്റ് സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്നത്. നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ 19 സർവീസുകൾ. ആൾക്കാരെന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സൈറ്റിൽ കയറി നമ്മുടെ വെബ്സൈറ്റിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ പേയ്മെന്റ് സംവിധാനം വെച്ച് പേ ചെയ്യാൻ കഴിയുന്ന സർവീസുകൾ അയക്കുന്ന വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് കയറി ഓരോ ഓപ്ഷനിലും കയറി ഏത് സർവീസാണെന്ന് വെച്ചാൽ ഓരോ ഓപ്ഷനിലും കയറി അവർക്ക് പേയ്മെന്റ് സംവിധാനം ചെയ്യാൻ കഴിയുന്നതാണ്. പേയ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റൈസ് ചെയ്യുന്നതിൽ, അതായത് നമ്മൾ ഇപ്പോൾ ഇന്ന ആവശ്യത്തിന് ഇപ്പോൾ ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഇപ്പം ഓണർഷിപ്പ് മാറാനുള്ള ഒരു സർവീസിന് വേണ്ടിയാണ് ഒരാൾ പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ മോട്ടോർ കാറാണ്, ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓണർഷിപ്പ് മാറുന്നതിനുള്ള ഫീസ് എത്രയാണ്, സെസ് ഉണ്ടെങ്കിൽ സെസ് എത്രയാണ് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ടുള്ള വിവരം അതിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. സ്വന്തമായി തന്നെ നമുക്ക് വീട്ടിൽ നമുക്ക് ഇൻ്റർനെറ്റ് സൗകര്യം ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ സ്വന്തമായി വീട്ടിലിരുന്ന് തന്നെ പേയ്മെന്റ് ഇൻ്റർനെറ്റ് വഴി നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന്, അല്ലാത്ത ഇപ്പം നമുക്ക് നെറ്റിനെ കുറിച്ച് വലിയ വിവരമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്ഷയ കേന്ദ്രം വഴി പേയ്മെന്റ് സംവിധാനത്തിലൂടെ സർവീസ് നടത്താവുന്നതാണ്. ഇനി നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേയ്മെന്റ് സംവിധാനം വഴി പേ ചെയ്യുന്നതിനുള്ള 2 മാർഗ്ഗങ്ങളാണ്. ഒന്ന് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും, 2 നമ്മുടെ സാധാരണ അക്കൗണ്ട് വഴി, അതായത് SBT, SBI 2 ബാങ്കുകളുടെ അക്കൗണ്ട് വഴിയാണ് നമുക്കിപ്പോൾ പേയ്മെന്റ് ചെയ്യാൻ കഴിയുന്നത്. അത് ഒന്ന് ഇൻ്റർനെറ്റ് സൗകര്യം വഴി, ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി നമുക്ക് പേ ചെയ്യാൻ കഴിയും. രണ്ടാമത്തത് നമ്മുടെ ATM കാർഡ് വഴി, നമ്മുടെ അക്കൗണ്ടിൽ സാധാരണ ബാങ്ക് അക്കൗണ്ടിലെ ATM കാർഡ് വഴി നമുക്ക് ഈ പറഞ്ഞ പേയ്മെന്റ് സംവിധാനം ചെയ്യാൻ കഴിയും. നമ്മുടെ പേയ്മെന്റ് നമ്മുടെ ഒരു ഡെമോൺസ്ട്രേഷൻ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ പേയ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെല്ലാ ആപ്ലിക്കേഷനെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് മീൻസ് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് പേ ചെയ്യാനുള്ള എമൗണ്ട് ഇത്രയാണ് പേ ചെയ്യാനുള്ള എമൗണ്ട് എന്ന് അതിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതിനുശേഷം നമ്മളുടെ ചോദിക്കും അത് ബാങ്കിങ് വഴി, ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴിയാണോ അല്ലെ ഈ പറഞ്ഞ ATM കാർഡ് വഴിയാണോ. അത് നമ്മൾ സെലക്ട് ചെയ്ത് എല്ലാം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും അവസാനം ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമുക്ക് സിസ്റ്റത്തിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. അതിൻ്റെ പ്രിൻ്റ് ഔട്ടിൻ്റെ കോപ്പിയും പിന്നെ ബാക്കി ഡോക്യുമെൻറ്റ്സ് നമുക്ക് ആ പേര് മാറാനുള്ള എന്തൊക്കെ നമുക്കിപ്പം ഏത് സർവീസാണ് അതിനുള്ള ഡോക്യുമെൻറ്റ്സും കൊണ്ടാണ് ഓഫീസിൽ വരേണ്ടത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മത്സ്യാവശിഷ്ടങ്ങൾ തോട്ടിൽ തള്ളിയവരെ നാട്ടുകാർ കൈയോടെ പിടികൂടി. മത്സ്യസ്റ്റാളിന് മുന്നിൽ സംഘർഷം. ഏഷ്യൻ അത്ലറ്റ് മീറ്റിലെ സ്വർണ്ണ മെഡൽ ജേതാവ് ആര്യ TS-ന് തൊടുപുഴയിൽ സ്നേഹോഷ്മളമായ വരവേൽപ്പ്. ക്രഷർ യൂണിറ്റിലേക്കുള്ള ഭാരവണ്ടികൾ ഓടി കുണ്ടും കുഴിയുമായ പാറക്കടവ് പെരിയാമ്പ്ര റോഡ് DFI പ്രവർത്തകർ ശ്രമദാനത്തിലൂടെ നന്നാക്കി. ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.